പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ലഹരി വിരുദ്ധ ദിനത്തിൽ നമ്മുടെ വ്യാപാരികളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന നേതാവ് ദിനേശ് പോത്തയും ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന 2 ചെറുപ്പക്കാരെ നമ്മളിവിടെ ആദരിക്കുന്നുണ്ട്. നിറഞ്ഞ കയ്യടിയോടുകൂടി നമുക്ക് ആ യുവാക്കളെ സ്വാഗതം ചെയ്യാം. ഇവരെക്കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. തൊട്ടടുത്ത വീട്ടിലെ കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകേണ്ട ഒരു അവശ്യ സാധനം ഇവർ എൻ്റെ കടയിൽ നിന്നാണ് വാങ്ങിച്ചു കൊണ്ട് കൊടുത്തത്. ഇവരെ കുറിച്ച് എനിക്ക് അനുഭവം പറയാണ്ട്. അടുത്ത വീട്ടിലെ കിടപ്പുരോഗികൾക്ക് വേണ്ടി എൻ്റെ കടയിൽ നിന്നാണ് സാധനം മേടിച്ച് കൊടുത്തത്. അതാണ് ഞാൻ പറയുന്നത്. ഇന്ന് പല ചെറുപ്പക്കാരും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ഇവർ നാടിന് വേണ്ടി ചെയ്യുന്നത്. ശരിയാ നേതാവേ, കോമയിൽ കിടക്കുന്ന ഒരു രോഗിക്ക് വേണ്ടിയിട്ടും എൻ്റെ കടയിൽ നിന്ന് ഇവർ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണ്ടായിട്ടുണ്ട്. വളരെ നല്ല പ്രവർത്തനം. ഇവര് എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്? അതിവിടെ പറഞ്ഞില്ലല്ലോ. അടുത്ത വീട്ടിലെ ഫ്രിഡ്ജ് കിടന്നുകൊണ്ട് എൻ്റെ കടയിൽ നിന്ന് തണുത്ത വെള്ളം മേടിച്ചത്. നിങ്ങളുടെ കടയിൽ നിന്ന് എന്താ വാങ്ങിയത്? എൻ്റെ കടയിൽ നിന്ന് ഒരു പാക്കറ്റ് മിക്സറാണ് വാങ്ങിച്ചത്. കോമയിൽ കിടക്കുന്ന രോഗിക്ക് മിക്സർ. നിങ്ങളുടെ കടയിൽ നിന്ന് എന്താ വാങ്ങിയത്? മൂപ്പര കടയിൽ നിന്ന് മേടിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാനാവും. എൻ്റെ കടയിൽ നിന്ന് ക്ലാസ്സാണ് അവർ വാങ്ങിച്ചത്. ഈ ക്ലാസ്സൊന്നും വെക്കാറില്ലേ? നീ നേതാവിൻ്റെ മുന്നോട്ട് പറഞ്ഞേ. എൻ്റെ കടയിൽ നിന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ കുട്ടിക്ക് വെളുത്തുള്ളി അച്ചാറ്. നിങ്ങളിരിക്കേ. ഈ പറഞ്ഞതില് ഒരു സോഡയുടെ കുറവും കൂടി ഉണ്ടല്ലോ. അത് ആരുടെ കടയിൽ നിന്ന് വാങ്ങിയത്? നേതാവൻ എൻ്റെ കടയിൽ നിന്ന് വാങ്ങിയത്. നേതാവിന് എങ്ങനെ മനസ്സിലായി? സംഭവം അടിപൊളി. കോമയിലുള്ള ആൾക്ക് മിക്സർ, കിടപ്പ് രോഗിക്ക് തണുത്ത വെള്ളം, ഇവിടെ ഗ്ലാസ്, ഇവിടെ സോഡ, ഇവിടെ കുട്ടിക്ക് വെളുത്തുള്ളി അച്ചാറ്. ഇതൊക്കെ ഇവർക്ക് വെള്ളടിക്കാനാന്നുള്ള സാമാന്യ ബോധ്യമെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ? ഇവന്മാരെ പോലുള്ള നാട്ടിലെ നല്ലവരായ ഉണ്ണികളെ ആദരിക്കാൻ നിങ്ങളെ പോലെ പൊട്ടന്മാരായ കുറെ വ്യാപാരികളും. എടാ നമ്മളെ ചന്തല്ലേ